യൂറോ ബോണ്ട്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യൂറോ ബോണ്ട്സ് എന്ന് പറയുന്നത് ഒരു തരം ബോണ്ടാണ്. ഇഷ്യൂ ചെയ്യുന്ന രാജ്യത്തിൻ്റെ കറൻസിയേക്കാൾ വാല്യൂ ഉള്ളവയാണ് യൂറോ ബോണ്ട്സ്. യൂഷ്വലി ഒന്നിലധികം രാജ്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുകയും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റേഴ്സിലേക്ക് ട്രേഡ് ചെയ്യുന്നുമുണ്ട്. യൂറോ ബോണ്ട് മാർക്കറ്റിലെ മേജർ ഇഷ്യൂവേഴ്സ് പറയുന്നത് സൂപ്പർ നാഷണൽ ഓർഗനൈസേഷൻസും കോർപ്പറേഷൻസും ആണ്. യൂറോ ബോണ്ട് ഈസ് എ ട്രേഡബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് യൂറോ ബോണ്ട്. മെച്യൂരിറ്റി പീരീഡിൻ്റെ ഉള്ളിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു. ഇത് സാധാരണയായി ഒരു പബ്ലിക് ഓഫറിലൂടെ ലോഞ്ച് ചെയ്ത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇഷ്യൂ ചെയ്യുന്ന ഹോൾഡേഴ്സിൻ്റെ നെയിം രജിസ്റ്ററിൽ ഇല്ല എന്ന് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് തന്നെ യൂറോ ബോണ്ട് ഒരു ബിയറർ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിറ്റാച്ചബിൾ കൂപ്പൺസിൻ്റെ പ്രസൻറ്റേഷനിലൂടെ ഇൻട്രസ്റ്റ് കൊടുക്കുകയും യൂറോ ബോണ്ട്സിൻ്റെ പ്രസൻറ്റേഷനിലൂടെ പ്രിൻസിപ്പൽ എമൗണ്ട് റിട്ടേൺ ചെയ്യുകയും തരുന്നു. യൂറോ ബോണ്ട്സ് പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലണ്ടൻ, ലക്സംബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. 19 യൂറോസോൺ രാജ്യങ്ങൾ ഒന്നിച്ച് യൂറോയിൽ ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് ബോണ്ടാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. അടുത്താണ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ യൂറോ ബോണ്ട്. അതിൽ 14 എണ്ണം ഉണ്ട്. ഇതിൽ ആദ്യത്തെ പറയാൻ പോകുന്നത് സ്ട്രേറ്റ് ഡെപ്റ്റ് ബോണ്ട്. ഡിബഞ്ചർ പോലുള്ളൊരു ബോണ്ടാണ് സ്ട്രേറ്റ് ഡെപ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിരിക്കും. റെഡീമബിൾ അറ്റ് ഫേസ് വാല്യൂ വിത്ത് പ്രൊവിഷൻ ഫോർ ഓൺ ഈസിലി റിഡംഷൻ അറ്റ് പ്രീമിയം. ദീസ് ബോണ്ട്സ് ആർ അൺസെക്യൂർഡ്. ഇത് സെക്യൂർഡ് അല്ല. TDS ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ദീസ് ബോണ്ട്സ് ആർ ബിയറർ. ഇറ്റ് ക്യാൻ ബി ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് ലിസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെയാണ് പറയാൻ പോകുന്നത് കൺവേർട്ടബിൾ ബോണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഒരു കൺവേർട്ടബിൾ ഡിബഞ്ചർ പോലെയുള്ള ബോണ്ടാണ് കൺവേർട്ടബിൾ ബോണ്ട്. ഈ ബോണ്ടുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്ട്രേറ്റ് ഡെപ്റ്റ് ബോണ്ടുകളേക്കാൾ, ആദ്യം പറഞ്ഞ ബോണ്ടുകളൊക്കെ കുറവായിരിക്കും. മെച്യൂരിറ്റി ആകുമ്പോൾ ന്യൂ സ്റ്റോക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെയാണ് മൾട്ടിപ്പിൾ ട്രാഞ്ച് ബോണ്ട്സ്. ഇഷ്യൂവേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ബോണ്ടുകൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ തവണകളായിട്ട് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നാലാമത്തെയാണ് കറൻസി ഓപ്ഷൻ ബോണ്ട്. ഇത്തരം ബോണ്ടുകൾ ഒരു കറൻസിയിൽ ഇഷ്യൂ ചെയ്യപ്പെടുകയും ഇൻവെസ്റ്റേഴ്സിന് മറ്റൊരു കറൻസി വഴി ഇൻട്രസ്റ്റ് ലഭിക്കാനുള്ള ഓപ്ഷൻസും കൊടുക്കപ്പെടുന്നു. അഞ്ചാമത്തെയാണ് ഡ്രോപ്പ് ലോക്ക് ബോണ്ട്സ്. ഇതൊരു ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടാണ്. ഇത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിൽ എത്തിയ ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച കൂപ്പൺ റേറ്റിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫിക്സഡ് റേറ്റ് ബോണ്ടായിട്ട് കൺവേർട്ട് ആകുന്നു. ആറാമത്തെയാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് വിത്ത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമില്ല, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഏഴാമത്തെയാണ് ഡിറ്റാച്ചബിൾ വാറൻറ്റ് ബോണ്ട്സ്. ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഡിറ്റാച്ചബിൾ ആയ വാറൻറ്റുകളോടുകൂടി ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ബോണ്ടാണ് ഇത്. എട്ടാമത്തേന് ഡെഫേർഡ് പർച്ചേസ് ബോണ്ട്. ഇഷ്യൂ ചെയ്യുന്ന നിബന്ധനകൾക്കനുസരിച്ച് ഇൻവെസ്റ്റർ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നോമിനൽ എമൗണ്ട് തിരിച്ചടയ്ക്കണം. അടുത്തതാണ് ഡീപ്പ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട്. ഇത്തരം ബോണ്ടുകൾ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും ക്യാരി ചെയ്യുന്നില്ല. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും നോമിനൽ വാല്യൂയിലൂടെ റെഡീം ചെയ്യുകയും ചെയ്യുന്ന ബോണ്ടുകളാണിവ. പത്താമത്തെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ നോട്ട്സ്. ബോറോവിങ്സിൻ്റെ ബോറോവർ കോസ്റ്റ്, അതായത് ലോവർ എക്സ്പെൻസ് കോസ്റ്റ് ലോവർ ആകുമ്പോഴും മീഡിയം ലോങ് ടേം മെച്യൂരിറ്റികളായി ഫ്ലോട്ടിംഗ് റേറ്റ് ബേസിസിൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് വഴി ഫണ്ട് റേസ് ചെയ്യാനും ബോറോവേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ബോണ്ടുകളാണിവ. അടുത്തതാണ് യങ്കി ബോണ്ട്സ്. ഇത്തരം ബോണ്ട്സ് ഡിനോമിനേറ്റ് ചെയ്യുന്നത് US ഡോളേഴ്സിലായിട്ടാണ്. ഫോറിൻ ബാങ്ക് കോർപ്പറേഷൻസ് വഴി US ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. സാമുറായി ബോണ്ട്സ്. ജപ്പാനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ആക്സസ് ചെയ്യാനും എബിലിറ്റി ഇഷ്യൂവേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്ന ബോണ്ടാണ് സാമുറായി ബോണ്ട്സ്. അടുത്തതാണ് DM ഫോറിൻ ബോണ്ട്സ്. ഫോറിൻ ഇഷ്യൂവേഴ്സ് ജർമ്മൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഡച്ച് മാർക്ക് ഡിനോമിനേറ്റഡ് ഡെപ്റ്റിനെയാണ് നമ്മൾ DM ഫോറിൻ ബോണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് ഡച്ച് ഫോറിൻ ബോണ്ട്. നെതർലാൻഡിലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ യൂറോ കറൻസിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ ഡച്ച് ഫോറിൻ ബോണ്ട് എന്ന് പറയുന്നത്.